ദിവസങ്ങൾക്ക് മുൻപ് JNUവിൽ ഒരു യോഗത്തിൽ ഉപരാഷ്ട്രപതി ഒരു സൂചന നൽകിയിരുന്നു. ശരിയായ സമയത്ത് താൻ വിരമിക്കുമെന്നും പിന്നെ പദവിയിൽ തുടരില്ല എന്നുമായിരുന്നു ആ പ്രസംഗം. 75 വയസ്സിന് മുൻപ് വിരമിക്കും എന്നതിന്റെ സൂചനയായാണ് പലരും ആ പ്രസ്താവനയെ കണ്ടത്. 75 വയസ്സാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കുമോ എന്ന ചർച്ചകൾ ഒരു വശത്ത് നടക്കുകയാണ്. ശരിക്കും പ്രധാനമന്ത്രിയേക്കാൾ 8 മാസത്തെ ചെറുപ്പമാണ് ധൻഖറിന്. 75 വയസ്സാകാൻ ഇനിയും 10 മാസം കൂടിയുണ്ട്. ആ സമയത്തുള്ള രാജിക്ക് അതുകൊണ്ട് പല മാനങ്ങളുമുണ്ട്. ഈ സെപ്റ്റംബർ 17-നാണ് പ്രധാനമന്ത്രി മോദിക്ക് 75 വയസ്സ് തികയുക. അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും ഒക്കെ 75 വയസ്സ് കഴിഞ്ഞപ്പോൾ നിർബന്ധിത വിരമിക്കൽ നൽകിയ പാർട്ടിയാണ്. മോദിയുടെ കാര്യത്തിൽ എന്തു തീരുമാനമെടുക്കുമെന്ന് രാജ്യം ആകാംക്ഷ കൊള്ളുന്ന സമയവുമാണ്. അപ്പോഴാണ് 75 തികയാൻ 10 മാസം ബാക്കിയുള്ളപ്പോൾ ധൻഖർ ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നും രാജിവെക്കുന്നത്. ഒരു കാര്യം അച്ചട്ടാണ്, ഈ രാജി ഒട്ടും നിഷ്കളങ്കമല്ല. അതുയർത്തുന്ന രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അതേക്കുറിച്ച് പറയാൻ പോലും മടിക്കുന്ന ദേശീയ മാധ്യമങ്ങളാണ് ചുറ്റും എന്നതിനാൽ യഥാർത്ഥ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നില്ല എന്നേയുള്ളൂ.